മുഴുവൻ 80ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളുടെ നിറവിൽ നിൽക്കുമ്പോഴാണ് രാജ്യത്തെ ഞെട്ടിച്ചുകൊണ്ട് ആ അടിച്ചമർത്തൽ അരങ്ങേറുന്നത്. ഒരു വശത്ത് ഡൽഹിയിലെ ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയുടെ ചുവരുകളിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനാധിപത്യത്തെക്കുറിച്ചും യുവശക്തിയെക്കുറിച്ചും വികസിത ഭാരതത്തെക്കുറിച്ചും വാനോളം പുകഴ്ത്തി മണിക്കൂറുകൾ നീളുന്ന പ്രസംഗം നടത്തുമ്പോൾ, മറുവശത്ത് കേന്ദ്ര ഭരണകൂടം തങ്ങളുടെ എല്ലാ ശക്തിയും എടുത്ത് ജനകീയ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള നെട്ടോട്ടത്തിലായിരുന്നു. BJP ഭരണകൂടത്തിന്റെ കേവല ഭീരുത്വം തുറന്നുകാട്ടപ്പെട്ട ഒരു ദിനം കൂടിയായി ഈ സ്വാതന്ത്ര്യ ദിനം മാറിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ ഹിംഗോലി ജില്ലയിലെ സന്തുക് പിംപ്രി എന്ന ചെറിയ ഗ്രാമത്തിൽ നിന്ന് അഭിജിത് ദീപ്കെ എന്ന സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ കെട്ടിപ്പടുത്ത പ്രസ്ഥാനമാണ് കോക്രോച്ച് ജനതാ പാർട്ടി അഥവാ CJP. സോഷ്യൽ മീഡിയയിലെ ഒരു എക്സ് അക്കൗണ്ടിലൂടെ തുടങ്ങി ഇന്ന് അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ നെഞ്ചിലെ തീജ്വാലയായി പടർന്നു പന്തലിച്ച ഈ പ്രസ്ഥാനത്തെ കണ്ടാണ് കേന്ദ്ര ഭരണകൂടം ഇന്ന് വിറയ്ക്കുന്നത്. എന്നാൽ CJP എന്ന ജനകീയ ശബ്ദത്തെ മാത്രമല്ല, തങ്ങൾക്കെതിരെ ഉയർന്ന ഓരോ പ്രതിഷേധ പോരാട്ടങ്ങളെയും അടിച്ചമർത്താനാണ് BJP ഭരണകൂടം ചരിത്രത്തിലുടനീളം ശ്രമിച്ചിട്ടുള്ളത്. ഇന്ത്യ കണ്ട ഏറ്റവും മഹത്തായ പോരാട്ടങ്ങളെ അധികാര ശക്തി ഉപയോഗിച്ച് അവർ എങ്ങനെയാണ് നേരിട്ടതെന്ന് രാജ്യം മറന്നിട്ടില്ല. 2019ലും 2020ലും ഭരണഘടനാ വിരുദ്ധമായ പൗരത്വ നിയമത്തിനെതിരെ ഡൽഹിയിലെ ഷാഹീൻ ബാഗിൽ തുടങ്ങി രാജ്യത്തുടനീളം അലയടിച്ച CAA NRC വിരുദ്ധ പ്രക്ഷോഭങ്ങളെ കള്ളക്കേസുകളും ഡൽഹി കലാപത്തിന്റെ പുകമറയും സൃഷ്ടിച്ചാണ് ഭരണകൂടം നേരിട്ടത്. തുടർന്ന് 2020ലും 2021ലുമായി കോർപ്പറേറ്റുകൾക്ക് കർഷകരുടെ ചോര ഊറ്റിക്കുടിക്കാൻ വഴി തുറന്ന കർഷക നിയമങ്ങൾക്കെതിരെ ഒരു വർഷത്തോളം ഡൽഹി അതിർത്തികളിൽ സമരം ചെയ്ത കർഷകരെ ആന്തോളൻ ജീവി എന്ന് വിളിച്ച് അധിക്ഷേപിക്കുകയും റോഡുകളിൽ ആണിയടിച്ചും ലാത്തിചാർജ് നടത്തിയും അടിച്ചമർത്താൻ നോക്കി. ഒടുവിൽ കർഷകരുടെ ഉറച്ച പോരാട്ടത്തിന് മുന്നിൽ സർക്കാരിന് നിയമങ്ങൾ പിൻവലിക്കേണ്ടി വന്നു. പിന്നീട് 2022ൽ സൈനിക സേവനത്തെ കരാർ പണിയാക്കി മാറ്റുന്ന അഗ്നിപഥ് പദ്ധതിക്കെതിരെ രാജ്യത്തെ ഉദ്യോഗാർത്ഥികളായ യുവാക്കൾ തെരുവിലിറങ്ങിയപ്പോൾ പോലീസ് ബലപ്രയോഗത്തിലൂടെയും ഭാവി ജീവിതം തകർക്കുമെന്ന ഭീഷണിയിലൂടെയുമാണ് സർക്കാർ അത് അടിച്ചമർത്തിയത്. 2023ലാകട്ടെ രാജ്യത്തിന് ലോകവേദികളിൽ അഭിമാനം തന്ന പെൺകുട്ടികൾ ലൈംഗികാതിക്രമത്തിനെതിരെ ജന്തർ മന്ദറിലെ തെരുവിൽ നീതിക്കായി കരഞ്ഞപ്പോൾ BJP MPയെ സംരക്ഷിക്കാൻ രാജ്യത്തിന്റെ അഭിമാനങ്ങളായ കായിക താരങ്ങളെ ഡൽഹി പോലീസ് തെരുവിലൂടെ വലിച്ചിഴയ്ക്കുകയായിരുന്നു. 2024ൽ ലഡാക്കിന്റെ പരിസ്ഥിതിയും സംസ്കാരവും സംരക്ഷിക്കാൻ 6ാം ഷെഡ്യൂൾ ആവശ്യപ്പെട്ട് പരിസ്ഥിതി പ്രവർത്തകൻ സോനാം വാങ്ചുക്കിന്റെ നേതൃത്വത്തിൽ നടന്ന ഉപവാസ സമരങ്ങളെ പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് ഭരണകൂടം അവരെ നിശബ്ദരാക്കാൻ ശ്രമിച്ചു. ഒടുവിൽ 2026ൽ നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ വിദ്യാർത്ഥികളുടെ ഭാവിക്കായി CJP നടത്തിയ വമ്പൻ പ്രക്ഷോഭങ്ങൾക്കൊടുവിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുകയുണ്ടായി. ഇത്തരം വമ്പൻ പ്രക്ഷോഭങ്ങൾക്ക് ശേഷവും CJP ഒട്ടും പിന്മാറിയിരുന്നില്ല. ഗ്രാമീണ മേഖലകളിലെ സർക്കാർ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഉറപ്പുവരുത്താൻ സ്കൂൾ തീക്ക് കരോ എന്ന ജനകീയ പ്രചാരണത്തിന് അവർ തുടക്കമിട്ടപ്പോൾ കേന്ദ്രത്തിന്റെ ഉറക്കം കെട്ടിരുന്നു. പാർലമെന്റിൽ പ്രതിപക്ഷത്തിന്റെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരം നൽകാനാകാതെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒളിച്ചോടുന്ന കാഴ്ച രാജ്യം കണ്ടതാണ്. ഇതിനു പിന്നാലെയാണ് സ്വാതന്ത്ര്യ ദിനത്തിൽ അഭിജിത് ദീപ്കെ കേന്ദ്ര ഭരണകൂടത്തിന് നേരെ ഒരു പരസ്യ വെല്ലുവിളി ഉയർത്തിയത്. ചെങ്കോട്ടയിൽ നിന്ന് പ്രസംഗിക്കുന്ന പ്രധാനമന്ത്രിക്ക് രാജ്യത്തെ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യാനും അവരുടെ ചോദ്യങ്ങളെ നേരിടാനും ധൈര്യമുണ്ടോ എന്നതായിരുന്നു ആ വെല്ലുവിളി. എന്നാൽ ഈ ചോദ്യത്തിന് മുന്നിൽ ഭയന്നുപോയ BJP ഭരണം സ്വാതന്ത്ര്യ ദിനത്തിന്റെ തൊട്ടു മുൻപ് CJPയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അപ്രത്യക്ഷമാക്കിക്കൊണ്ട് തരം താണ ഒരു ഡിജിറ്റൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തി. പക്ഷേ അടിച്ചമർത്താൻ നോക്കും തോറും കൂടുതൽ കരുത്തോടെ ഉയർത്തെഴുന്നേൽക്കുന്ന CJPയുടെ സാങ്കേതിക വിഭാഗം അരമണിക്കൂർ തികയും മുൻപ് ആ അക്കൗണ്ട് വിജയകരമായി വീണ്ടെടുത്തു. BJPയുടെ ഈ ചിലവ് കുറഞ്ഞ രാഷ്ട്രീയം ജനങ്ങൾക്ക് മുന്നിൽ അവരുടെ മുഖം മൂടിയാണ് വലിച്ചു കീറിയത്. അതേസമയം ചെങ്കോട്ടയുടെ തട്ടകത്തിൽ നിന്ന് 13ാമത് വട്ടവും ദേശീയ പതാക ഉയർത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വലിയ പ്രഖ്യാപനങ്ങളുമായി രംഗത്തെത്തുകയായിരുന്നു. വന്ദേ മാതരം ഗീതത്തിന്റെ 150ാം വാർഷിക വേളയിൽ ചരിത്രത്തിലാദ്യമായി അത് മുഴങ്ങിക്കേട്ട അന്തരീക്ഷത്തിൽ രാജ്യത്തെ ജൻസി തലമുറയെയും യുവാക്കളെയും ലക്ഷ്യമിട്ടുള്ള വൻ പ്രഖ്യാപനങ്ങളാണ് അദ്ദേഹം നടത്തിയത്. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്കായി രാജ്യവ്യാപകമായി സൗജന്യ ഓൺലൈൻ പരിശീലനം
സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളുടെ ഭീമമായ ഫീസിൽ നിന്നും പരീക്ഷാ തട്ടിപ്പുകളിൽ നിന്നും വിദ്യാർത്ഥികൾക്ക് ആശ്വാസമേകാൻ കേന്ദ്രം നൽകുന്ന വാഗ്ദാനമാണിത്. ഇതിനൊപ്പം 1 കോടി യുവാക്കൾക്ക് AI, സെമി കണ്ടക്ടർ മേഖലകളിൽ സൗജന്യ പരിശീലനവും തൊഴിലും ഉറപ്പാക്കുമെന്നും ഡാറ്റ കേന്ദ്രങ്ങളുടെയും റോബോട്ടിക്സിന്റെയും യുഗത്തിൽ ഇന്ത്യയെ ലോകത്തിന്റെ മുന്നിൽ എത്തിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. 2047ഓടെ ഇന്ത്യയെ പൂർണ്ണ വികസിത രാഷ്ട്രമാക്കാൻ യുവാക്കൾ മുന്നിട്ടിറങ്ങണമെന്ന് ആഹ്വാനം ചെയ്ത പ്രധാനമന്ത്രി രാജ്യത്തിന്റെ ഭാവി വികസനത്തിനായി നിർമ്മാണം, കൃഷി, സാങ്കേതിക വിദ്യ, അടിസ്ഥാന സൗകര്യം, പ്രതിരോധം, പരിസ്ഥിതി, സാംസ്കാരിക കരുത്ത് എന്നിവ ഏകോപിപ്പിക്കുന്ന സപ്തധാര എന്ന പുതിയ നയരേഖയും അവതരിപ്പിച്ചു. 100 ജിഗാവാട്ട് ആണവോർജ ഉൽപാദനം, 5 പുതിയ ആണവ നിലയങ്ങൾ, ഹൈഡ്രജൻ തീവണ്ടി, സൗരോർജ ശേഷി വർദ്ധിപ്പിക്കൽ തുടങ്ങിയ ഊർജ പദ്ധതികളും അദ്ദേഹം പ്രസംഗത്തിൽ എടുത്തു പറഞ്ഞു. ആഗോള യുദ്ധങ്ങളും പ്രതിസന്ധികളും നിലനിൽക്കുമ്പോഴും അന്താരാഷ്ട്ര വിപണിയിൽ 3000 രൂപ വിലയുള്ള യൂറിയ കർഷകർക്ക് 300 രൂപയ്ക്ക് നൽകി സർക്കാരും കർഷകരും ഒപ്പമുണ്ടെന്ന് വ്യക്തമാക്കിയ മോദി ആഗോള വിപണിയിലേക്ക് ഇന്ത്യൻ കമ്പനികൾ വളരണമെന്നും ആഹ്വാനം ചെയ്തു. കായിക മേഖലയിൽ 5 മുതൽ 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായി പ്രത്യേക പ്രതിഭാ തിരച്ചിലും ആധുനിക സിവിൽ ഡിഫൻസ് ശൃംഖലയും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി വരാനിരിക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിൽ യുവാക്കൾ സജീവമായി പങ്കാളികളാകണമെന്നും അഭ്യർത്ഥിച്ചു. എന്നാൽ ചോദ്യം ബാക്കിയാണ്. ഒരു വശത്ത് സാങ്കേതിക വിദ്യയെക്കുറിച്ചും നവയുഗത്തെക്കുറിച്ചും വാചാലനാകുമ്പോൾ തന്നെ മറുവശത്ത് അതേ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ജനകീയ പ്രതിഷേധങ്ങളെയും വിദ്യാർത്ഥികളുടെയും ശബ്ദത്തെ ഡിജിറ്റലായി പൂട്ടിയിടാൻ ശ്രമിക്കുന്നത് എന്തിനാണ്? പ്രസംഗ പീഠത്തിൽ നിന്നുള്ള ഇത്തരം പ്രഖ്യാപനങ്ങൾ യഥാർത്ഥത്തിൽ രാജ്യത്തെ യുവാക്കൾ ഉന്നയിക്കുന്ന ചോദ്യങ്ങളെ ഭയന്നുള്ള ഒളിച്ചോട്ടവും മുഖം മിനുക്കൽ തന്ത്രവുമല്ലാതെ മറ്റെന്താണ്? ചോദ്യം ചോദിക്കുന്നവരെ നിശബ്ദരാക്കി പ്രഖ്യാപനങ്ങൾ നടത്തുന്ന കേവല ഭീരുത്വത്തിന് മുന്നിൽ തലകുനിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് CJPയും അഭിജിത് ദീപ്കെ മുന്നോട്ട് തന്നെ പോവുകയാണ്. സ്വാതന്ത്ര്യവും ജനാധിപത്യവും വെറുമൊരു ഭരണഘടനാ വാചകമല്ലെന്ന് BJP ഭരണകൂടം ഓർക്കുന്നത് നന്നായിരിക്കും. സ്വന്തം ജനതയുടെ കണ്ണീരിനും വിശപ്പിനും ഉത്തരം നൽകേണ്ടവർ അതിനു പകരം രാജ്യത്തെ ചെറുത്തുനിൽപ്പുകളെയെല്ലാം സർവശക്തിയും ഉപയോഗിച്ച് ചവിട്ടി മെതിക്കാനാണ് തുനിയുന്നത്. സമരങ്ങളെയും എതിർ ശബ്ദങ്ങളെയും ഭയന്ന് അർദ്ധരാത്രിയിൽ അക്കൗണ്ടുകൾ പൂട്ടിച്ചും ലാത്തിച്ചാർജ് നടത്തിയും നടത്തുന്ന ഈ അതിക്രമങ്ങൾ കേവല രാഷ്ട്രീയ ഭീരുത്വത്തിന്റെ പാരമ്യമാണ്. അധികാരത്തിന്റെ ഹുങ്കിൽ ജനങ്ങളുടെ നാവടപ്പിക്കാമെന്ന് കരുതുന്നത് BJPയുടെ മിഥ്യാധാരണ മാത്രമാണ്. ജനകീയ പോരാട്ടങ്ങളെ അടിച്ചമർത്താൻ നോക്കും തോറും കൂടുതൽ കരുത്തോടെ ആ തീജ്വാല പടരുക തന്നെ ചെയ്യും. രാജ്യത്തിന്റെ ജനാധിപത്യപരമായ ശബ്ദങ്ങളെ നിശബ്ദമാക്കാൻ ഏത് ഏകാധിപതി ശ്രമിച്ചാലും അതിനെയെല്ലാം ജനങ്ങളെ അണിനിരത്തി CJP പോലെയുള്ള പ്രസ്ഥാനങ്ങൾ പ്രതിരോധിക്കുക തന്നെ ചെയ്യും. ഇത്തരം തരം താണ ഡിജിറ്റൽ സർജിക്കൽ സ്ട്രൈക്കുകൾ കണ്ടുകൊണ്ട് പോരാട്ടം അവസാനിപ്പിക്കാൻ CJP ഒരുക്കമല്ല. ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് പൂട്ടിച്ച് ജനങ്ങളുടെ ശബ്ദത്തെ നിശബ്ദമാക്കാമെന്ന BJPയുടെ വ്യാമോഹത്തിന് മറുപടിയായി രാജ്യവ്യാപകമായ വമ്പൻ പ്രതിഷേധ പോരാട്ടങ്ങൾക്കാണ് അഭിജിത് ദീപ്കയുടെ നേതൃത്വത്തിൽ CJP തയ്യാറെടുക്കുന്നത്. ഓൺലൈൻ മാധ്യമങ്ങളിലെ വിലക്കുകളെ മറികടന്ന് തെരുവുകളിൽ ജനങ്ങളെ നേരിട്ട് അണിനിരത്തി പോരാട്ടം കൂടുതൽ ശക്തമാക്കാനാണ് അവരുടെ തീരുമാനം. ഗ്രാമീണ മേഖലകളിലെ സർക്കാർ സ്കൂളുകളുടെ അവസ്ഥ തുറന്നുകാട്ടുന്ന സ്കൂൾ തിക് കരോ പ്രചാരണവും വിദ്യാർത്ഥി അവകാശങ്ങൾക്കായുള്ള പോരാട്ടങ്ങളുടെ രാജ്യത്തിന്റെ ഓരോ കോണിലേക്കും എത്തിക്കാൻ CJP നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അധികാര ശക്തി ഉപയോഗിച്ച് ജനങ്ങളുടെ ചോദ്യങ്ങളെ ഭയന്നോടുന്ന കേന്ദ്ര ഭരണകൂടത്തിനെതിരെ രാജ്യത്തെ യുവാക്കളെ ഒന്നടങ്കം അണിനിരത്തി ശക്തമായ ജനകീയ പ്രതിരോധം തീർക്കുകയാണ് CJPയുടെ ലക്ഷ്യം.